Hey all, this is Manu here, your coach, your mentor, your trainer in trading. അപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് കൊച്ചിൻ ഷിപ്പ്യാർഡ് നല്ലൊരു ഫോൾ തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ബട്ട് എന്നാൽ അത് തിരിച്ചു കയറി നമ്മുടെ 2 ടാർഗറ്റ് അത് ഹിറ്റ് ആയിട്ടുണ്ട്. മൂന്നാമത്തെ ടാർഗറ്റിലോട്ട് പോകുന്നതായിരിക്കും നമ്മൾ അതായിരിക്കും ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. എന്തുകൊണ്ട് ആ ഒരു ട്രേഡ് നമ്മൾ അവിടെ അന്ന് പറഞ്ഞു, അതായത് ഈ ഒരു പ്രീവിയസ് വീഡിയോ തൊട്ട് മുമ്പിൽ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ്. അതായത് നമ്മുടെ സെക്കൻഡ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ട് കറന്റ് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുകയാണ്. ഇനിയും അത് പുഷ് ചെയ്യാനായിട്ട് പ്രോബബിലിറ്റി ഉണ്ട്. എവിടം വരെ 1866 മുകളിൽ പോകാനായിട്ടത് പ്രോബബിലിറ്റി ഉണ്ട്. ഇന്നവേ 1900 അതായത് 1900 മുകളിൽ വരെ പോകാനായിട്ട് പ്രോബബിലിറ്റി ഉണ്ട്. അപ്പം കുറെ അധികം ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, കൊച്ചിൻ ഷിപ്പ്യാർഡ് വീണോണ്ടിരിക്കുന്നു. ഈ ഒരു ഫോളിൽ പലരും പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. അതായത് ഒറ്റയടിക്ക് ഇത്രയടിക്ക് വീണു. കാരണം ഇത് ഇത്ര ഡ്രാസ്റ്റിക് ആയിട്ടൊരു വലിയൊരു കയറ്റം തന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഒരു ഫോൾ വേണം, എന്നാലേ മാർക്കറ്റിന് അത് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കാനായിട്ട് പറ്റത്തുള്ളൂ. ചുമ്മാതെ മാർക്കറ്റ് എപ്പോഴും ഇങ്ങനെ കയറി എല്ലാ ദിവസവും നമ്മുടെ P&L പ്രോഫിറ്റ് മാത്രം കാണിച്ച് നിൽക്കാനായിട്ട് മാർക്കറ്റിന് സാധിക്കുന്നതായിരിക്കില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് താഴത്തേക്ക് വരികയാണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഡൗ തിയറിയുടെ ബേസിസിൽ നമ്മൾ മനസ്സിലാക്കണം, അതായത് ഇതൊരു ലോവർ ലോ ലോവർ ഹൈ ലോവർ ലോ ലോവർ ഹൈ ലോവർ ലോ ലോവർ ഹൈ ലോവർ ലോ ലോവർ ഹൈ. അടുത്തതൊരു ലോവർ ലോ ജനറേറ്റ് ചെയ്തു. പക്ഷെ എന്നാൽ അത് പ്രീവിയസ് ഉണ്ടായിരുന്ന ഈ ഒരു ആംഗുലർ റെസിസ്റ്റൻസിനെ അത് മൊത്തത്തിൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എപ്പോഴാണോ ഈ ഒരു ആംഗുലർ റെസിസ്റ്റൻസ്, ആ ഒരു പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴാണോ ഈ ഒരു ആംഗുലർ റെസിസ്റ്റൻസിന് ഇത് ബ്രേക്ക് ഔട്ട് തരുന്നത് അപ്പോൾ എൻട്രി എടുക്കാം എന്നുള്ളത്. കുറേയധികം ആൾക്കാർക്ക് ഡൗട്ട് കാണുമായിരിക്കും, അതായത് എന്താണ് ഡൗ തിയറി എന്നുള്ളതും. നമ്മളുടെ ആ ഒരു ക്രാഷ് കോഴ്സ് ഉണ്ട്. ജസ്റ്റ് ലൈക്ക് 299 rupees മാത്രമാണ് ഈ ഒരു ക്രാഷ് കോഴ്സിന് വരുന്നത്. നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തോളുക. അവിടെ നമ്മൾ പറഞ്ഞിരുന്നുണ്ട് ഡൗ തിയറി എന്താണ് എന്നുള്ളത്, അതായത് അപ് ട്രെൻഡ് ഡൗൺ ട്രെൻഡ് സൈഡ് വേസ് ട്രെൻഡ് ഒക്കെ നമ്മൾ അതിൽ പറഞ്ഞിരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ റെസിസ്റ്റൻസ് കണ്ടോ, ഈ ഒരു ആംഗുലർ റെസിസ്റ്റൻസിന്റെ പോർഷനിൽ നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോയിൽ. അപ്പൊ ആ ഒരു സെർട്ടൈൻ ലെവലിൽ നിന്ന് ബ്രേക്ക് ഔട്ട് ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അടുത്തത് നമ്മൾ ടാർഗറ്റ് ഫിക്സ് ചെയ്ത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രീവിയസ് ലോവർ ഹൈസ്, ഇത് ലോവർ ലോ ലോവർ ഹൈ അല്ലെ, ഈ പ്രീവിയസ് ലോവർ ഹൈസുകളെ നമ്മൾ ടാർഗറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും നമ്മുടെ ആ ഒരു കോഴ്സിനകത്ത് ഫുള്ളി എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ടാർഗറ്റ് ഫിക്സിംഗ് എന്ന് പറയുന്ന ഈ ഒരു പോർഷനിൽ അത് ഫുള്ളി എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ബേസിസിൽ നമുക്ക് ഇത് ടാർഗറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം, ഇതും നമുക്കിനി ടാർഗറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ 1900 നമുക്ക് ടാർഗറ്റ് ആയിട്ട് കീപ്പ് ചെയ്ത് വെക്കാവുന്നതാണ്. അതല്ല, നിങ്ങളിപ്പോൾ ട്രേഡ് ചെയ്ത് ഹോൾഡ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ട്രെയിൽ ചെയ്യാനായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ട്രെയിൽ ചെയ്യുമ്പോൾ ഞാൻ ബേസിക്കലി ഈ ഒരു സെർട്ടൻ ലെവലിൽ കൊണ്ടുവെക്കും. ഏറ്റവും ബെസ്റ്റ് എന്താണെന്നറിയോ, നമ്മുടെ ഈ ഒരു ഫസ്റ്റ് ടാർഗറ്റ് ഉണ്ടല്ലോ 1543 കൊണ്ട് നമുക്ക് ട്രെയിൽ ചെയ്ത് വെക്കാം. ഇനി മാർക്കറ്റ് എപ്പോഴാണ് ഇതിന് താഴെ വന്ന് ക്ലോസ് ആകുന്നത് അപ്പോൾ നമുക്ക് ഇറങ്ങാം. സ്റ്റിൽ നമ്മൾ പ്രോഫിറ്റിലാണല്ലോ, അതാണ് നമ്മൾ നോക്കേണ്ടത്. എല്ലാവരും വിചാരിക്കുന്ന ഈ ബോട്ടത്തിൽ നിന്ന് വിളിച്ചിട്ട് ഏറ്റവും ടോപ്പ് എവിടെയാണ് അവിടെ കൊണ്ട് വിൽക്കാമെന്നാണ് പലരും ആഗ്രഹിക്കുന്നത്. ഇതിന്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ P&L പോയി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ P&L പോയി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിനകത്തൊരു പ്രശ്നം വരും. അതായത് ഇപ്പോൾ മാർക്കറ്റ് ഇങ്ങനെ പുഷ് ചെയ്ത് വന്ന് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഒരു 5000 ആകാം, 6000, 10000 വരെ നമ്മൾ P&L കാണുമായിരിക്കും. പെട്ടെന്ന് അത് ഡ്രോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ഒരു 7000 രൂപ പ്രോഫിറ്റ് നമ്മളപ്പോൾ ഒരു 7000 നമ്മൾ എക്സ്ട്രാ പ്രോഫിറ്റിലായിരിക്കും നിൽക്കുന്നത്. പക്ഷെ നമ്മളത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. അയ്യോ, എന്റെ 10000 ഉണ്ടായിരുന്നു, എന്റെ കയ്യിൽ നിന്ന് 10000 പോയേ എന്നൊരു ചിന്തയിലായിരിക്കും പലരും നിൽക്കുന്നത്. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്, ലാസ്റ്റ് ആ കറന്റ്ലി ഉണ്ടായിരുന്ന ഒരു 7000 പോയി ലാസ്റ്റ് ചിലപ്പോൾ നെഗറ്റീവിലായിരിക്കും നമ്മൾ പോയി നിൽക്കാൻ പോകുന്നത് അല്ലെ. നിങ്ങൾക്ക് ഇങ്ങനെ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ റിസ്ക് മാനേജ്മെന്റും ടാർഗറ്റും എക്സിറ്റും എവിടെ ഇറങ്ങണം, എങ്ങനെ ഇറങ്ങണം എന്നൊക്കെ നല്ല കൃത്യമായിട്ടുള്ളൊരു പ്ലാൻ ഡെഫിനറ്റ്ലി വേണം. പലരും കൺസേൺ ചെയ്യുന്നത് ഒരു എൻട്രി പോയിന്റ് മാത്രം, നല്ലൊരു എൻട്രി കിട്ടണമെന്നാണ്. നല്ലൊരു എക്സിറ്റ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ കൊച്ചിൻ ഷിപ്പ്യാർഡ് നമുക്കൊരു 1900 വരെ നമുക്ക് പോകുന്നതായിരിക്കും. സോ മാക്സിമം ഇത് ഞാനെന്നൊരു വ്യക്തി ഹോൾഡ് ചെയ്ത് വെക്കുന്ന സിറ്റുവേഷൻ ആണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനി നമ്മൾ കുറച്ച് സ്റ്റോക്കുകൾ ഇതുപോലെ റെഫറൻസ് ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് എൻട്രി പോയിന്റ് നമ്മൾ പറയും, ആൻഡ് ഓൾസോ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് ടാർഗറ്റ് ഹിറ്റ് ചെയ്യുമ്പോഴോ ഇല്ല സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുമ്പോഴും തീർച്ചയായിട്ടും പറയും. നമ്മൾ എല്ലാ ട്രേഡും ഒരിക്കലും ഓരോ ട്രേഡറും 100% എല്ലാ ട്രേഡ്സും സക്സസ് ആകത്തില്ല. അവരെടുക്കുന്ന ലോസസ് വരും. ആ ലോസസ് എന്തുകൊണ്ട് വന്നു അതിനെയൊക്കെ നമ്മൾ ട്രേഡ് ലോഗും ട്രേഡിംഗ് ജേണലും വെച്ചൊക്കെ നല്ല രീതിയിൽ അനലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പൊ നമുക്ക് നല്ലൊരു ബ്യൂട്ടിഫുൾ വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാവുന്നതാണ്. നിങ്ങൾ ഇതുവരെ ആ ഒരു കോഴ്സ് ജോയിൻ ചെയ്തില്ലേ, ഡു ജോയിൻ. സൂപ്പർബ് ആയിരിക്കും, എക്സ്ട്രാ ഓർഡിനറി കോഴ്സ് തന്നെയാണ്. ഡു രജിസ്റ്റർ റൈറ്റ് നൗ.